സഹൃദയരെ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയും സാംസ്കാരികോത്സവവും ഈ മാസം 13 വരെ കനകക്കുന്നിൽ നടക്കുന്നു. 13 ദിവസം നീളുന്ന പുസ്തകമേളയിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള 350-ലേറെ പ്രസാധകർ പങ്കെടുക്കുന്നു. മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് തുടങ്ങിയ അക്കാദമിക് മേഖലയിലെ പുസ്തകങ്ങളോടൊപ്പം ചരിത്രം, സാഹിത്യം തുടങ്ങിയ എല്ലാ മേഖലകളിലെയും പുസ്തകങ്ങൾ ലഭ്യമാണ്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ മേളയിൽ പുസ്തകങ്ങൾ കാണുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. DC അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് എല്ലാ ദിവസവും സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് സാംസ്കാരികോത്സവങ്ങളും പുസ്തക പ്രകാശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം. 13 ദിവസം നീണ്ടു നിൽക്കുന്ന DC അന്താരാഷ്ട്ര പുസ്തകമേളയിലും സാംസ്കാരികോത്സവത്തിലും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, കേന്ദ്രമന്ത്രി ഡോക്ടർ ശശി തരൂർ, ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ, മേയർ അഡ്വക്കേറ്റ് K ചന്ദ്രിക, ജ്ഞാനപീഠം ജേതാവ് ശ്രീ ONV കുറുപ്പ്, കവയത്രി സുഗതകുമാരി, ഡോക്ടർ D ബാബു പോൾ, അടൂർ ഗോപാലകൃഷ്ണൻ, ഋഷിരാജ് സിംഗ് IPS, പ്രിയദർശൻ, മേനക സുരേഷ് കുമാർ, മഞ്ജു വാര്യർ, സിബി മലയിൽ, ഭാഗ്യലക്ഷ്മി, ആനന്ദ്, കാവാലം നാരായണ പണിക്കർ, നെടുമുടി വേണു, മധു, പെരുമ്പടവം ശ്രീധരൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ബെന്യാമിൻ, മണിയൻപിള്ള രാജു, ശ്രീകുമാരൻ തമ്പി, ജോർജ് ഓണക്കൂർ, റോസ്മേരി, ഗോപിനാഥ് മുതുകാട് തുടങ്ങിയ പ്രമുഖർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിലും സാംസ്കാരിക സായാഹ്നത്തിലും പങ്കുചേരുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം. DC അന്താരാഷ്ട്ര പുസ്തകമേള 3ാം ദിവസത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന സാംസ്കാരിക മേളയിലേക്കും പുസ്തക പ്രകാശന ചടങ്ങിലേക്കും ഏവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 3ാം ദിനമായ ഇന്ന് വളരെ മഹനീയമായ അതിഥികളുടെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമാണ്. മലയാളത്തിലെ പ്രിയങ്കരനായ ചലച്ചിത്രകാരൻ ശ്രീ പ്രിയദർശൻ്റെ
ഓർമ്മക്കിലുക്കം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒപ്പം നമുക്ക് പ്രിയങ്കരിയായ സുമാരി അമ്മയുടെ ഓർമ്മകളിലെ വെള്ളിത്തിര എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും ഇവിടെ നടക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ആദരണീയായ ശ്രീ പ്രിയദർശൻ, അതുപോലെ തന്നെ ശ്രീ അശോക് കുമാർ, ശ്രീ സുരേഷ് കുമാർ, ശ്രീ മേനക സുരേഷ് എന്നിവരാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങ് ആരംഭിക്കുകയാണ്. ശ്രീ പ്രിയദർശന് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. നമുക്ക് പ്രിയങ്കരമായ ഒട്ടേറെ സിനിമകളിലൂടെ നമ്മളുടെ മനസ്സിൽ സ്ഥിര സാന്നിധ്യം നേടിയിട്ടുള്ള അദ്ദേഹത്തിനെ DC ബുക്സിൻ്റെ പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മളോട് കൂടെ ചേർന്നിരിക്കുന്ന ചലച്ചിത്ര നിർമ്മാതാവായ ശ്രീ അശോക് കുമാർ, ശ്രീ പ്രിയദർശൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹമാണ് ഇന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുരേഷ് കുമാർ ചലച്ചിത്ര നിർമ്മാതാവാണ്, നമുക്ക് സുപരിചിതനാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മേനക സുരേഷ് ഒട്ടേറെ മറക്കാനാവാത്ത വേഷങ്ങളിലൂടെ നമുക്ക് ചിരപരിചിതയാണ്. ശ്രീ മേനക സുരേഷിനെയും ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരായ ഓരോ വായനക്കാരെയും വേദി സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. അടുത്തതായി പുസ്തക പ്രകാശനമാണ്. ആദ്യമായി പ്രശസ്ത സംവിധായകൻ പ്രിയദർശന്റെ ഓർമ്മക്കിലുക്കം എന്ന പുസ്തകമാണ് പ്രകാശനം നടത്തുന്നത്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി പ്രശസ്ത നിർമ്മാതാവ് ശ്രീ അശോക് കുമാറിനെ ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ സുരേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ഇനി ശ്രീ പ്രിയദർശൻ. ഒരിക്കലും ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പുസ്തകം റിലീസാവുന്നത്. സിനിമകൾ റിലീസായി, സിനിമകൾക്ക് തിരക്കഥകൾ എഴുതി. ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത് ഒരിക്കലും എന്നാൽ കഴിയുമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. പക്ഷേ ഈ പുസ്തകം എഴുതുന്നതിൻ്റെ പിന്നിലുള്ള ഒരു എന്താ പറയുക എൻകറേജ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതുപോലൊരു പുസ്തകം എഴുതാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാര്യം ജീവിതാനുഭവങ്ങൾ സത്യസന്ധമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള പല അനുഭവങ്ങളും, നമ്മുടെ മനസ്സിൽ തട്ടിയ പല സംഭവങ്ങളും, അത് ആ കാലം കൊണ്ട് മാഞ്ഞു പോവെങ്കിലും തിരിച്ചോർത്തെടുത്ത് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് തിരിച്ച് ഒന്നും പൊടിതുടച്ചെടുത്ത് അത് നമുക്ക് ഫീൽ ചെയ്ത പോലെ മറ്റുള്ളവർക്കും അതിൻ്റെ ആ അനുഭവം ഉണ്ടാകും എന്ന് എനിക്ക് തീർച്ചയായ ഒരു പുസ്തകമാണ് ഇത്. കാര്യത്തിൽ ഇതിനകത്ത് ഓരോ ആർട്ടിക്കിളും എഴുതി കഴിഞ്ഞ ശേഷം ഒരു 5-6 ആർട്ടിക്കിളോട് നിർത്തണമെന്ന് വിചാരിച്ചാണ് ഇത് ഞാൻ മനോരമയിൽ പബ്ലിഷ് ചെയ്ത സമയത്ത്. അന്ന് ഇത് എഴുതി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതൽ ഒരു എൻകറേജ്മെൻറ്റ് ഇത് വായനക്കാരുടെ നിന്ന് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ എപ്പിസോഡുകൾ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അധ്യായങ്ങൾ എഴുതാൻ കഴിഞ്ഞത്. അതിന് ഒരു സംഭവം പൊടിപ്പും തൊങ്ങലും, ഒരു സിനിമയ്ക്ക് കഥ എഴുതുമ്പോൾ അതിൽ പൊടിപ്പും തൊങ്ങലും ആളുകളെ രസിപ്പിക്കാനുള്ള നിമിഷങ്ങളും എല്ലാം നമ്മൾ ഉണ്ടാക്കി കൂട്ടുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല ഇതുപോലൊരു പുസ്തകം എന്ന് എനിക്ക് പറയാൻ വേണ്ടി കഴിച്ചാൽ സത്യസന്ധമായി മനസ്സിൽ തോന്നിയത് എഴുതിയതാണ്. അതാണ് ഈ ഓർമ്മക്കിലുക്കം. എൻ്റെ ആദ്യത്തെ ജീവിതത്തിൽ പല നിമിഷങ്ങളും നമുക്കുണ്ടാകും, നമുക്ക് സന്തോഷം തോന്നുന്ന. സത്യം പറഞ്ഞാൽ ഇതൊരു വളരെയധികം എൻ്റെ മനസ്സ് സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. കാര്യം ഞാൻ ഒരിക്കലും എൻ്റെ പേരിലൊരു പുസ്തകം ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ അതുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എനിക്കറിയാം ഈ പുസ്തകം വായിക്കുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുന്നതിന് ഒറ്റ കാര്യമുള്ളൂ, ഇതിനകത്ത് പൊടിപ്പും തൊങ്ങലില്ല. എൻ്റെ എല്ലാ ഫീലിങ്ങുകളും എനിക്ക് മനസ്സിൽ തോന്നിയ പോലെ ഈ ഓരോ സംഭവങ്ങളും ഞാൻ ഓർത്തെടുത്തതും
ഓർത്തെടുക്കേണ്ടി വന്നില്ല. കാര്യം അതെല്ലാം എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. ഇത് എഴുതിയ ഓരോ എപ്പിസോഡും എഴുതിയ ഈ എപ്പിസോഡുകളൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത എപ്പിസോഡാണ് എന്നെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും വായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ചില സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നും. അതായിരിക്കാണ് ഈ ഇവിടുത്തെ പുസ്തകത്തിൻ്റെ ഒരു USP. താങ്ക് യു വെരി മച്ച്. അടുത്തത് പ്രശസ്ത നടി യശശരീരയായ സുകുമാരിയുടെ ഓർമ്മകളുടെ വെള്ളിത്തിര എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി ശ്രീ പ്രിയദർശനെ ക്ഷണിച്ചുകൊള്ളുന്നു. പുസ്തകം സ്വീകരിക്കുന്നതിനായി മേനക സുരേഷ് കുമാറിനെയും ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, ഈ പ്രസംഗിക്കാമെന്ന് അറിയില്ല, എപ്പോഴും പറയുന്നത് പ്രസംഗിക്കാമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പം പ്രിയൻ പറഞ്ഞത്, പ്രിയൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കാരും ഇതിനകത്ത് വേറൊരു ഹിസ്റ്ററി ഉണ്ട്. പ്രിയനെ വന്നിരിക്കുന്നത് മഹാനായ തകഴി ശിവശങ്കരപ്പിള്ള അദ്ദേഹത്തിൻ്റെ നാട്ട് അമ്പലപ്പുഴയിൽ നിന്ന് വന്നതാണ്. അപ്പം എന്തായാലും അവിടെ നിന്ന് വരുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളൊരു സംശയമില്ല. എല്ലാവർക്കും ഇതേ പറ്റില്ല. പ്രിയൻ്റെ അച്ഛനും ഇതേ പറ്റിയൊരു എഴുത്തുകാരാണ്. അദ്ദേഹത്തിൻ്റെ പേര് KS നായർ. അദ്ദേഹം ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്. പ്രിയൻ്റെ സിസ്റ്റർ എനിക്കറിയാം. പ്രിയൻ അറിയാമെന്നറിയില്ല. പ്രിയൻ്റെ സിസ്റ്ററും കോളേജ് പഠിക്കുമ്പോൾ പല ചെറിയ കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഈ പ്രിയൻ ഇത്ര കുറച്ച് ലേറ്റായോ എന്ന് എന്നെ സംശയം പ്രിയൻ ഒരു ബുക്ക് എഴുതാനായിട്ട്. അതായത് പ്രിയനായിട്ട് 85 പടം ഡയറക്റ്റ് ചെയ്തു. ആ 85 പടത്തിൽ എനിക്കൊന്ന് 60-70% സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ പ്രിയൻ തന്നെ എഴുതിയിരിക്കുന്നത്. ഇപ്പം പ്രിയൻ എഴുത്തുകാരനായിട്ട് ഏതാണ്ട് 40 കൊല്ലം 35 കൊല്ലം മുമ്പാണ്. പക്ഷെ പ്രിയൻ 35 കൊല്ലം കഴിഞ്ഞാണ് പ്രിയൻ എഴുത്തുകാരൻ എന്നുള്ള ലേബൽ ഇന്ന് വന്നത്. പക്ഷേ ഇതിനു മുമ്പേ പ്രിയൻ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പ്രിയൻ്റെ അച്ഛന് ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ലൈബ്രറിയനാണ്. ഒരു ലൈബ്രറിയൻ്റെ മകനും, ലൈബ്രറി എന്ന് പറയുന്നത് നമുക്കറിയാം, ലൈബ്രറി എന്ന് വെച്ചാൽ ബുക്കുകളുടെ ഒരു സ്വർണ്ണക്കടയാണ്. അവിടെയാണ് പ്രിയൻ കളിച്ചു വളർന്നത്. അപ്പോൾ പ്രിയൻ നാച്ചുറലി പ്രിയനെ എഴുതുക എന്ന് പറഞ്ഞാൽ പ്രിയൻ്റെ ജന്മന ഉള്ളൊരു കഴിവാണ്. പിന്നെ പ്രിയൻ പറഞ്ഞു അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ അടുത്ത് തകഴി ശിവശങ്കരൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് പ്രിയൻ ജനിച്ചതും. പ്രിയൻ എന്നുള്ള പ്രിയൻ്റെ പേരിട്ടതിന് വലിയൊരു മഹാനാണ് തിരുക്കൃഷ്ണ സുകുമാരൻ നായർ. അപ്പോൾ എല്ലാം കൊണ്ടും പ്രിയൻ ഇന്നൊരു സിനിമാ ഡയറക്ടർ ആയില്ലെങ്കിൽ പോലും പ്രിയൻ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു എഴുത്തുകാരായിട്ട് വരേണ്ടതാണ്. പക്ഷെ പ്രിയൻ വളരെ ലേറ്റായി ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കാൻ ലേറ്റായി എന്നുള്ളതാണ് സത്യം. എനിക്കിത് പ്രിയൻ കുറച്ച് കഴിഞ്ഞ് പ്രിയൻ ഈ സിനിമാ ജീവിതം കഴിഞ്ഞ പ്രിയൻ ഇനി ഒരു കഥ എഴുതാനും ഇനിയുള്ള ഈ എഴുത്തിലോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇത് ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് വന്നത് വായിച്ചു കഴിഞ്ഞാൽ പ്രിയൻ്റെ കഥ ഇനിയിപ്പോൾ നാളെ സുരേഷ് ഇതുപോലെ കഥ എഴുതിയാലും ലാല് കഥ എഴുതിയാലും ഇവരൊക്കെ എന്നെപ്പറ്റി 2-3 വാക്ക് അതിനകത്ത് എഴുതും. പക്ഷെ ഞാൻ ഇവരുടെ കൂടെ വന്നാണ് സിനിമയിൽ. ഞാൻ 3-4 പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ മോശപ്പെട്ട സബ്ജക്റ്റും സ്ക്രിപ്റ്റും ഒക്കെയാണ്. അന്നൊക്കെ പ്രിയനാണ് വന്ന് ആ കഥ തിരുത്തി തന്ന് അത് സിനിമയാക്കി തന്നത്. അപ്പം അങ്ങനെ ഞാൻ ചില പടം സംവിധാനം ചെയ്യുന്നത് അതിനകത്ത് എന്തെങ്കിലും നല്ല എന്തെങ്കിലും ചെയ്യുന്നത് അത് പ്രിയദർശൻ തന്നെയാണ്. എനിക്ക് DC-നോട് പറയാനുള്ളത്, ഇങ്ങനൊരു പ്രിയൻ്റെ ആദ്യത്തെ ബുക്ക് റിലീസ് സമയത്ത് എന്നെ വിളിച്ചതും അത് റിലീസ് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടാക്കിയത് ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയുന്നത് വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ സിനിമയെപ്പറ്റി മാത്രമേ എപ്പോഴും സംസാരിക്കുള്ളൂ. പക്ഷേ ഇതിനിപ്പോൾ പ്രിയൻ നാളെ തൊട്ട് ഒരു എഴുത്തുകാരനോട് ആയിക്കഴിഞ്ഞു. എന്തായാലും പ്രിയനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഒരുപാട് പുസ്തകങ്ങൾ പ്രിയൻ്റെ രചനയിൽ കൂടെ വരട്ടെ. നിർത്തുന്നു. നമസ്കാരം. ഇനി ശ്രീ സുരേഷ് കുമാറിനെ സംസാരിക്കുന്നതിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉള്ള സുഹൃത്തുക്കളെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന 2 പേരുടെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. ഒന്ന് പ്രിയൻ, ഒന്ന് സുകുമാരി ചേച്ചി. പ്രിയനും ഞാനും ഞങ്ങൾ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ വരുന്നു.
അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിന് ഒരു കോട്ടവും തട്ടാതെ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ, അതായത് പ്രിയൻ ഒരു പുസ്തകം എഴുതിയാൽ പോലെ പ്രിയന് ഒരു 100 പുസ്തകം എഴുതാനുള്ള അനുഭവം, ഓരോ സിനിമയും പ്രിയൻ്റെ ഓരോ സിനിമയും ഓരോ അനുഭവമാണ്. അതുകൊണ്ട് ശരിക്കും ഒരു 85 സിനിമ ചെയ്തു കഴിഞ്ഞാൽ പ്രിയൻ്റെ 85 സിനിമകളും ഓരോ അനുഭവങ്ങളാണ്. ഞങ്ങളൊക്കെ അന്ന് സിനിമ ചെയ്യുമ്പോൾ ശരിക്കും എങ്ങനെയെന്ന് വെച്ചാൽ അതൊരു പിക്നിക്കിന് പോകുന്നവരാണ് ഞങ്ങളുടെ സിനിമ. അപ്പം ഞങ്ങൾക്ക് യാതൊരു ഡിസിപ്ലിനും ഇല്ലാതെ ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ ഫിലിം മേക്കിംഗ് തുടങ്ങുന്നത്. അപ്പം അന്നിവിടെ ഏറ്റവും വലിയ സീരിയസ് ആയിട്ട് സിനിമ എടുത്തുകൊണ്ട് നിന്നവർക്കൊക്കെ തമാശയായിരുന്നു, ഞങ്ങൾ ഇങ്ങനെയാണോ ഇവരൊക്കെ സിനിമ ചെയ്യുന്നത്. ഞങ്ങൾ സിനിമ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന രീതിയെ തകിടം മറിച്ചുകൊണ്ടുള്ള സംഭവങ്ങളായിരുന്നു ഞങ്ങളൊക്കെ ചെയ്തത്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും പ്രിയനും അശോകും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമ തുടങ്ങുന്നത്. തിരനോട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ അശോകിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ രംഗപ്രവേശനം ചെയ്യുന്നത്. അതിൻ്റെ അവസാനത്തെ ഷെഡ്യൂളിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് തിരുത്താനാണ് പ്രിയൻ വരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഉള്ള ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം ഇന്നും വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പ്രിയൻ ഇനിയും ഒത്തിരി സിനിമകൾ അല്ലെങ്കിൽ ഒത്തിരി ബുക്കുകൾ എഴുതാനുള്ള അനുഭവം ഉണ്ട്. അത് എഴുതണം എന്നുള്ളതാണ് എൻ്റെയൊക്കെ ആഗ്രഹം. ഒത്തിരി കാര്യങ്ങൾ പ്രിയൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഒത്തിരി നല്ല അനുഭവങ്ങളും കൈപ്പേറിയ ഒത്തിരി അനുഭവങ്ങളും സമ്മിശ്രമായിട്ട് ഉള്ള ഒത്തിരി അനുഭവങ്ങൾ പ്രിയനുണ്ട്. അത് പ്രിയൻ ശരിക്കും അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. സുകുമാരി ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ആത്മബന്ധമുള്ള ഒരു ചേച്ചിയായിരുന്നു സുകുമാരി ചേച്ചി. ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ എൻ്റെ മിക്കവാറും എല്ലാ പടത്തിലും എൻ്റെ ഏകദേശം 21ഓളം ചിത്രങ്ങളിൽ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയെ ഞാൻ കാണുന്നത് ഒരു ആക്ട്രസ് ആയിട്ടൊന്നുമല്ല, എൻ്റെ കുടുംബത്തിലെ എൻ്റെ വീട്ടിലെ ഒരു അംഗമെന്ന നിലയിലാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തിരുവനന്തപുരത്ത് എപ്പോൾ ചേച്ചി വന്നാലും ഞങ്ങളുടെ വീട്ടിൽ വരികയും എന്തെങ്കിലും ഒരു പൊതി അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണും കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് എപ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് വരികയും നമ്മുടെ സ്വന്തം ചേച്ചിയുടെ മോൻ്റെ പേരും സുരേഷാണ്. പലയിടത്തും ചേച്ചി എന്നെ കൊണ്ട് അമ്പലത്തിൽ പോകും. രാവിലെ ഏതെങ്കിലും ഷൂട്ടിംഗ് സമയത്താണെങ്കിൽ നമ്മൾ ചേച്ചിയുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകാമെന്നാണ്. അപ്പോൾ രാവിലെ നമ്മളെയൊക്കെ കുത്തിപ്പൊക്കി അമ്പലത്തിൽ പോകാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ചോദിക്കും ഇത് മോനാണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് മോനെ പോലെ തന്നെയാണ്, അവൻ്റെ പേര് സുരേഷ്, ഇതും സുരേഷാണെന്ന്. പക്ഷെ എന്തുകൊണ്ടോ ചേച്ചിയുടെ അവസാന നാളുകൾ വളരെ ചേച്ചി കഷ്ടപ്പെടേണ്ടി വന്നു. ഞാൻ മദ്രാസിൽ പോയി ചേച്ചിയെ കാണാൻ സാധിച്ചില്ല, അന്ന് കാണാൻ പറ്റിയില്ല. ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവിടെ ചെല്ലുകയും ചേച്ചിയെ കാണാൻ പറ്റാത്ത ഞങ്ങൾ വെളിയിൽ നിന്ന് സുരേഷുമായിട്ട് സംസാരിച്ചു. ചേച്ചി ഇത്രയും പെട്ടെന്ന് സുകുമാരി ചേച്ചിക്ക് ഒരു അന്ത്യം സംഭവിക്കുന്ന ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ചേച്ചിയുടെ ഒരു പുസ്തകവും ഇവിടെ ചേച്ചിയുടെ അസാന്നിധ്യത്തിൽ എങ്കിലും ചേച്ചിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നൊരു തോന്നൽ. ചേച്ചിയുടെ ആ ചിരി കാണുമ്പോൾ, ആ പുസ്തകത്തിൻ്റെ താളുകളിലുള്ള ചേച്ചിയുടെ ചിരി കാണുമ്പോഴും അതിൻ്റെ അകത്തുള്ള ഫോട്ടോകൾ കാണുമ്പോഴും ഒത്തിരി ഓർമ്മകളിലേക്ക് എന്നും എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ സെറ്റുകളിൽ തമാശകളിൽ എന്നും പൊട്ടിച്ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടെ തമാശയിൽ പങ്കുചേരുന്ന ഒരാളായിരുന്നു ചേച്ചി. ഒരിക്കലും മാറിയുന്ന ഒരു സിനിമ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും ചേച്ചിയെക്കുറിച്ച് തോന്നിയിട്ടില്ല. നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി എന്നുള്ളതിലുപരി വേറൊരാളായിട്ട് നമുക്ക് ചേച്ചിയെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. ചേച്ചിയുടെ ഈ ഒരു പുസ്തകത്തിന് ഇവിടെ ഞാനും എൻ്റെ കുടുംബവും സാക്ഷിയാവാനും എൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളും അതായത് അശോകും പ്രിയനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഈ സ്റ്റാച്യൂവിലും കോഫി ഹൗസിലും അല്ലാതെ പല ബീച്ചുകളിലും എല്ലായിടത്തും ഒരുമിച്ച് സിനിമ കണ്ട് നടന്ന ഈ അതായത് ഈ നമ്മുടെ ഈ കവടിയാറ് മുതൽ അങ്ങ് ഈസ്റ്റ് ഫോർട്ട് വരെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നടന്ന് കഥ പറഞ്ഞ് നടക്കാത്ത ഒരു സ്ഥലവും ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രിയൻ്റെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്ന പ്രിയൻ നടക്കും. ഞങ്ങൾ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് പത്മനാഭ തിയേറ്ററിൽ നിന്നോ ശ്രീകുമാർ തിയേറ്ററിൽ നിന്നോ പടം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുളിമൂട് എത്തുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾ തിരിയുമ്പോൾ പ്രിയൻ വീണ്ടും നടക്കും. പ്രിയൻ പൂജപ്പര വരെ നടക്കും. അന്ന് പ്രിയൻ വലിച്ചുകൊണ്ടിരുന്ന പനാമ സിഗരറ്റാണ്. 2 സിഗരറ്റ് വാങ്ങിച്ചിട്ട് അത് വലിച്ചിട്ടാണ് പൂജപ്പര വരെ നടക്കുന്ന സമയത്താണ് പ്രിയൻ്റെ മനസ്സിൽ ഈ ചിന്തകളും കഥകളും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അത് പ്രത്യേക ദിവസമോ അല്ലെങ്കിൽ പിന്നൊരിക്കലോ വന്ന് നമ്മുടെ അടുത്ത് പറയും ഇങ്ങനൊരു കാര്യം എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദൂരം ഈ രാത്രിയിൽ ഒരു സെക്കൻഡ് ഷോ കഴിഞ്ഞ്
ഇത്രയും ദൂരം നടക്കുക എന്ന് പറയുന്നത് നടക്കുന്ന മാത്രമല്ല, പ്രിയൻ അന്ന് AR വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം കൂടാണ്. ഒത്തിരി വായിക്കുമായിരുന്നു. അത് ഒരു പ്രിയനുള്ള ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റാണ്. നേരത്തെ അശോക് പറഞ്ഞ പോലെ പ്രിയന്റെ അച്ഛൻ ലൈബ്രറിയനായിരുന്നു. അതുകൊണ്ട് ഒത്തിരി പുസ്തകങ്ങളുടെ ഇടയിൽ കിടന്ന് തന്നെയാണ് പ്രിയൻ വളർന്നത്. അതുകൊണ്ട് ആ പുസ്തകങ്ങളുമായിട്ടുള്ള ആ ബന്ധം ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ കൂടുതൽ എഴുതണം. അത് പ്രിയന്റെ എടുക്കുന്നു എന്ന് പറഞ്ഞത് മാത്രമല്ല, അതിൽ മോൾ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ വാക്ക് ഞാൻ സുരേഷ് ഏട്ടനോട് പറഞ്ഞു, അയ്യോ സുകുമാർ ചേച്ചി ഇല്ലല്ലോ, സുകുമാർ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ മോക്കൊരു അനുഗ്രഹമായനെ, കൂടെ അഭിനയിച്ചേനെ എന്നാണ് വിചാരിച്ചത്. ചേച്ചി ഇല്ലാതെ ഒരു ഫിലിം ഇൻഡസ്ട്രി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതും പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിൽ ഏത് കാലഘട്ടത്തിലും ഏത് ആർട്ടിസ്റ്റിൻ്റെ കൂടെയും എല്ലാത്തരം യൂണിറ്റിലും ഒരേപോലെ പെരുമാറുന്ന ഒരു സ്വഭാവമാണ്. അവർ ഇങ്ങനെ പുസ്തകം രൂപത്തിലായി. ഇപ്പം പ്രിയേട്ട ഒരു കാര്യം പറഞ്ഞു, സിനിമയേക്കാൾ പുസ്തകത്തിൽ കൂടെ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം മനസ്സിൽ തങ്ങുന്നതാണെന്ന്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇതിൽ കൂടെ വായിക്കുമ്പം കുറച്ചും കൂടി ചേച്ചി നമ്മുടെ കൂടെ അടുത്തിരിക്കുകയാണെന്നുള്ളത് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങ് സമാപിക്കുകയാണ്. ഇനി ഈ വേദിയിൽ DC സർഗോത്സവത്തിന്റെ ഭാഗമായുള്ള തിരഞ്ഞെടുത്ത ഏതാനും വരികളാണ് ഞാനിവിടെ ചൊല്ലുന്നത്. ജീവിതത്തിലെ സുഖദുഃഖങ്ങളിൽ തങ്ങളെ വേർപിരിയാതെ നിഴലുപോലെ പിന്തുടർന്ന അനുജൻ ലക്ഷ്മണനെ സീത നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ഇവിടെ. അധികം പുഴുപോൽ പിടഞ്ഞ് അകം ഞെരിയും തൻ തല താങ്ങി കൈകളാൽ പിരിവാനരുതാഞ്ഞു കണ്ണുനീർ ചൊരിയും ലക്ഷ്മണനെ സ്മരിപ്പു ഞാൻ. പുരികം പുഴുപോൽ പിടഞ്ഞ് അകം ഞെരിയും തൻ തല താങ്ങി കൈകളാൽ പിരിവാനരുതാഞ്ഞു കണ്ണുനീർ ചൊരിയും ലക്ഷ്മണനെ സ്മരിപ്പു ഞാൻ. അതിധീരൻ അമേയ ശക്തിയം മതിമാനഗ്രജ ഭക്തനാവിധം കഥനം കലരുന്ന കണ്ടിതൻ ഹൃദയം വിട്ടഴൽ പാതി പോയിതേ. വനപത്തന ഭേദ ചിന്ത വിട്ടനഖൻ ഞങ്ങളോടൊത്തു വാണു നീ. വിനയാർദ്രമെനിക്കു കേവലം നിനയായി വാൻപണി തമ്പി നിൻമുഖം. ഗിരികാനന ഭംഗി ഞങ്ങൾ കണ്ടരിയോരുത്സവമായി കഴിച്ച നാൾ ഹരിഭീഷണ നീ വഹിച്ചൊരാ പരിചര്യാവ്രതനിഷ്ഠയൊന്നിനാൽ. കടുവാക്കുകൾ കേട്ടു കാനനം നടുവേ എന്നെ വെടിഞ്ഞു മുൻപു നീ. വെടിവാൻ തരമായി മറിച്ചുമേ കുടിലം കർമ്മവിഭാഗമോർക്കുകിൽ. കടുവാക്കുകൾ കേട്ടു കാനനം നടുവേ എന്നെ വെടിഞ്ഞു മുൻപു നീ. വെടിവാൻ തരമായി മറിച്ചുമേ കുടിലം കർമ്മവിഭാഗമോർക്കുകിൽ. കനിവാർ നനുജാ പൊറുക്ക കനിവാർ നനുജാ പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ. കനിവാർ നനുജാ പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ. അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലടോ. പരദുർജയനിന്ദ്രജിത്തുമായി പൊരുതും നിൻ കഥ കേട്ടു വെമ്പലാൽ കരൾ നിന്നിലിയന്ന കൂറുതൻ പെരുതാ മഴമറിഞ്ഞതന്നിവൾ.
മുനി കാട്ടിടുമെൻ കിടാങ്ങളെ കനിവാൽ നീ സ്വയമാഞ്ഞു പുൽകിടാം അനസൂയ വിശുദ്ധമെന്നു നിൻ മനമാനന്ദ സരിത്തിൽ നീന്തിടാം വിടുകൻ കഥ വത്സ വാഴ്ക നീ നെടുനാളഗ്രജനേക ബന്ധുവായി ഇടരെണ്ണിയ യദ്ഗുണോൽക്കരം തടവും ബന്ധുജനങ്ങളോടു നീ വിടുകൻ കഥ വത്സ വാഴ്ക നീ നെടുനാളഗ്രജനേക ബന്ധുവായി ഇടരെണ്ണിയ യദ്ഗുണോൽക്കരം തടവും ബന്ധുജനങ്ങളോടു നീ. നമസ്കാരം. കവിത അവതരിപ്പിക്കുന്നു. പച്ച നിറമുള്ള തത്തമ്മേ ചുണ്ടു ചുമന്നൊരു തത്തമ്മേ എന്നോടൊത്തു വരുന്നോ നീ നല്ലൊരു കൂടു പണിഞ്ഞിടാം തിന്നാനെന്തും തന്നിടാം പാട്ടുകൾ പാടി കേൾപ്പിക്കാം കേട്ടു നിനക്കും പാടിടാം നൃത്തമാടി കാണിക്കാം വരുമോ നീ എൻ തത്തമ്മേ പച്ച നിറമുള്ള തത്തമ്മേ വരുമോ നീ എൻ തത്തമ്മേ ചുണ്ടു ചുമന്നൊരു തത്തമ്മേ പച്ച നിറമുള്ള തത്തമ്മേ. പൂച്ചമ്മ മിയാം മിയാം പൂച്ചമ്മ മീനെടുക്കും പൂച്ചമ്മ തക്കം കിട്ടിയാൽ പൂച്ചമ്മ കറുമുറെ തിന്നും പൂച്ചമ്മ മീശ തുടയ്ക്കും പൂച്ചമ്മ മിയാം മിയാം പൂച്ചമ്മ മീശ തുടയ്ക്കും പൂച്ചമ്മ മിയാം മിയാം പൂച്ചമ്മ മിയാം മിയാം പൂച്ചമ്മ. മാരിവില്ല് മാനത്ത് ദൂരത്ത് കാണുന്ന വില്ല് ഏഴു നിറങ്ങൾ ചേർന്നൊരു വില്ല് ഞാണു കെട്ടി വലിക്കുവാൻ നിന്നെ ആരാണെടുത്തു പൊക്കുക വില്ല് എയ്തു വിടാൻ ശരമേതാണ് വില്ല് മിന്നി തിളങ്ങുന്ന മിന്നലമ്പോ പെയ്തിറങ്ങുന്ന മഴശരമോ മായല്ലേ മായല്ലേ മാരിവില്ലേ മായല്ലേ മായല്ലേ മാരിവില്ലേ മായല്ലേ മായല്ലേ മാരിവില്ലേ. നന്ദി. ശ്രീ കടമനിട്ട രാമകൃഷ്ണന്റെ കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത് എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത് ധാത്രിതൻ മടിയിൽ കിടക്കരുത് മാറിൽ തിമിർക്കരുത് കന്നിൻ മുലപ്പാൽ കൊതിക്കരുത് പൂവിന്റെ കണ്ണിൽ നീ നോക്കരുത് പൂതനാതന്ത്രം പുരണ്ടതാണെങ്ങും. കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത് ധാത്രിതൻ മടിയിൽ കിടക്കരുത് മാറിൽ തിമിർക്കരുത് കന്നിൻ മുലപ്പാൽ കൊതിക്കരുത് പൂവിന്റെ കണ്ണിൽ നീ നോക്കരുത് പൂതനാതന്ത്രം പുരണ്ടതാണെങ്ങും. കുഞ്ഞേ ചിരിക്കരുത് ചാടിക്കളിക്കരുത് ചാടുരുളുന്നു നിന്നേരെ അസുരൻ മരിച്ചില്ല പുകതുപ്പുമായിരം ശകടങ്ങളായവൻ വീണ്ടും. കുഞ്ഞെ കുളിക്കരുത് കാറ്റേറ്റു നിൽക്കരുത് കാളിന്തിയിൽ കാളകൂടം കാളിയതർപ്പം ശമിച്ചില്ല കാർവർണ്ണനോടിയൊളിച്ചതെവിടോ കരയിൽ പശുക്കളും ഗോപാലബാലരും കരിയോല പോലെ കിടപ്പൂ. കണ്ണുനീർ വാരി എറിഞ്ഞെറിഞ്ഞമ്മമാർ കണ്ണനെ തേടിയോടുന്നു നീലക്കടമ്പിന്റെ മുരടിൽ
ചുഴറ്റുന്ന മഴുവിൻ മുരൾച്ചകൾ കേൾക്കൂ. കണ്ണുനീർ വാരി എറിഞ്ഞെറിഞ്ഞമ്മമാർ കണ്ണനെ തേടിയോടുന്നു. നീലക്കടമ്പിന്റെ മുരടിൽ ചുഴറ്റുന്ന മഴുവിൻ മുരൾച്ചകൾ കേൾക്കൂ. കരിനാഗമായി പുകയിഴയുന്ന വിണ്ണിന്റെ വിരഹവിലാപങ്ങൾ കേൾക്കൂ. വിഷബീജവാഹിനി നാടി തൻ ചൂടിലൂടുരുകിച്ചുരത്തുന്ന സ്നേഹം. നെറികെട്ട വൈദ്യുത പ്രസരം വിടർത്തുന്ന കപട വർണ്ണോജ്വലഹാസം. അരുതരുതു നിന്നെ മയക്കരുത്, അരുതരുതു നിന്നെ മയക്കരുത്. മാന്ത്രികൻ വടിയുമായി പിന്നിൽ നിൽക്കുന്നു. അറിവിന്റെ അണുബോംബു പൊട്ടിച്ചു നമ്മുടെ കുലമാകമാനം ഉലച്ചോർ. വരിനെൽക്കതിർക്കുല തീയിട്ടെരിച്ചവർ വറുതികൾ വാരി വിതച്ചോർ. അവരിന്നു നമ്മെ വിളിക്കുന്നു, ഭൂമിയെ അവശയാക്കാനായൊരുക്കം. അവരിന്നു നമ്മോടടുക്കുന്നു, നമ്മളെ അടിമയായി തന്നെ തളയ്ക്കാൻ. ഒരു കളിപ്പന്തോ കളിപ്പാവയോ ഭൂമി, ഒരു കളിപ്പന്തോ കളിപ്പാവയോ ഭൂമി. അതിരുണ്ടവൾ തൻ ക്ഷമയ്ക്കും. അറിയുക നാം ഇന്നവൾ തൻ മടിത്തട്ടില ഭയം ലഭിച്ചു ജീവിപ്പോർ. അവളാണു നമ്മുടെ രക്ഷയായെപ്പോഴും, അവളാണു നമ്മുടെ അമ്മ. അവളെ ഞെരുക്കും ബലിഷ്ടമാം കൈകളെ അരിയുകയാണിന്നു ധർമ്മം. പൈതലേ പൈതലേ ഭൂമിയുടെ ഗർഭാശയത്തിൽ നീ പുതിയ പുംബീജമായി വീഴൂ. അടിമണ്ണിലൂടെ നീരുറവയിലൂടെ നീ മരമായി മനുഷ്യനായി പൊഴിയുന്ന മഴയായി ഒഴുകുന്ന പുഴയായി വിടരുന്ന പൂവായി അഴകായി സൂര്യന്റെ കിരണമായി നന്മതൻ സ്ഫുരണമായി പൂർണ്ണത നേടൂ. പൈതലേ ഭൂമിയുടെ ഗർഭാശയത്തിൽ നീ പുതിയ പുംബീജമായി വീഴൂ. അടിമണ്ണിലൂടെ നീരുറവയിലൂടെ നീ മരമായി മനുഷ്യനായി പൊഴിയുന്ന മഴയായി ഒഴുകുന്ന പുഴയായി വിടരുന്ന പൂവായി അഴകായി സൂര്യന്റെ കിരണമായി നന്മതൻ സ്ഫുരണമായി പൂർണ്ണത നേടൂ. നന്മതൻ സ്ഫുരണമായി പൂർണ്ണത നേടൂ. നമസ്കാരം. ആനന്ദകരമാകേണ്ട കുട്ടിക്കാലം ദുരിതപൂർണമാകുന്നതിന് ആരാണ് ഉത്തരവാദി? പ്രശസ്ത കവയത്രി സുഗതകുമാരിയുടെ കാത്തുനിൽപ്പ് എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. ഈ കവിത രാത്രിമഴ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. കൊച്ചുതാരേ ചിരിക്കുന്ന പൂവേ പിച്ച വയ്ക്കുന്ന കുഞ്ഞിളം കാറ്റേ ചുറ്റിലും നിറഞ്ഞോളം തുളുമ്പും പെറ്റ നാടിൻ്റെ സൗന്ദര്യവായ്പേ നിങ്ങളെ വീണ്ടും ഓമനിക്കാനായി ഇല്ലിമുളം കുഴൽ ഞാനിന്നെടുത്തു.
ബുക്സിൻ്റെ ഈ പുസ്തകമേളയിൽ വരുവാനും ഞങ്ങളുടെ സബ് ജില്ലയിൽ നിന്ന് 2 കുട്ടികളെ പങ്കെടുപ്പിക്കുവാനും കഴിഞ്ഞു. ഞാനിവിടെ നിന്നപ്പോഴേ കാവ്യാസ്വാദകൻ പറഞ്ഞു കവിത ചൊല്ലണം പറയരുത് എന്ന്. എന്തായാലും ശരി, പറയുന്നില്ല, ചൊല്ലാം. അക്ഷരം അക്ഷരം വാക്ക് അമ്മയെന്നാദ്യവചനവും അക്ഷരം. അക്ഷരം വാക്ക് അമ്മയെന്നാദ്യവചനവും അക്ഷരം. അമൃതുപോലാദ്യം നുണഞ്ഞ മുലപ്പാൽ മധുരവും മനസ്സിൽ കുറിച്ചിട്ടതക്ഷരങ്ങൾ. അമൃതുപോലാദ്യം നുണഞ്ഞ മുലപ്പാൽ മധുരവും മനസ്സിൽ കുറിച്ചിട്ടതക്ഷരങ്ങൾ. അക്ഷരം വരമാണ്, വീര്യം ജ്വലിക്കുന്നൊരഗ്നിതൻ മനസ്സാണ്. അക്ഷരം നിറവാണ്, നിറയെ കതിർ ചൂടി നിൽക്കുന്ന വയലിന്റെ നിറമാണ്. അക്ഷരം വരമാണ്, വീര്യം ജ്വലിക്കുന്നൊരഗ്നിതൻ മനസ്സാണ്. അക്ഷരം നിറവാണ്, നിറയെ കതിർ ചൂടി നിൽക്കുന്ന വയലിന്റെ നിറമാണ്. അറിയാത്ത ജീവനും അറിയുന്ന ജീവനും അറയ്ക്കുള്ളിലാളുന്ന ജീവിത പെരുമയ്ക്കും അണകെട്ടി നിർത്തുന്നൊരായുധം അക്ഷരം. പൊട്ടിത്തെറിക്കുന്ന മേഘത്തിനപ്പുറം, ഞെട്ടിത്തകരും മരപ്പെയ്ത്തിനിപ്പുറം, നനവാർന്ന മണ്ണിൽ നിന്നുയിർ കൊണ്ടു പൊങ്ങുന്ന നേരിന്റെ നേർക്കാഴ്ചയാണക്ഷരം. ഗുരുവിൻ ചോക്കിൽ മുളയ്ക്കുന്നു അക്ഷരങ്ങൾ. ഗുരുവിൻ ചോക്കിൽ മുളയ്ക്കുന്നു അക്ഷരങ്ങൾ. ശിഷ്യന്റെ മനസ്സിലേക്കാളുന്നതക്ഷരങ്ങൾ. അർദ്ധനഗ്നനായി നിന്നൊര ഗാന്ധിജി മന്ദഹസിച്ചതും അക്ഷരങ്ങൾ. കതിരായി പറയായി പത്തായമായി, കതിരായി പറയായി പത്തായമായി, നാടിനു കൂട്ടായി നാട്ടുപാട്ടായി പാടത്തെ ചേറിൽ മുളപ്പതും അക്ഷരങ്ങൾ. കതിരായി പറയായി പത്തായമായി, നാടിനു കൂട്ടായി നാട്ടുപാട്ടായി പാടത്തെ ചേറിൽ മുളപ്പതും അക്ഷരങ്ങൾ. അടിയാന്റെ കുടിലിനു മുന്നിലെ വാഴത്തലപ്പിൽ നിന്നാദ്യത്തെ തേനുണ്ട് ജന്മിക്ക് എച്ചിൽ കുല നൽകി അണ്ണാൻ ചിലച്ചതും അക്ഷരങ്ങൾ. അടിയാന്റെ കുടിലിനു മുന്നിലെ വാഴത്തലപ്പിൽ നിന്നാദ്യത്തെ തേനുണ്ട് ജന്മിക്ക് എച്ചിൽ കുല നൽകി അണ്ണാൻ ചിലച്ചതും അക്ഷരങ്ങൾ. വാക്കു വാക്കാക്കി മാറ്റുന്നതക്ഷരങ്ങൾ. വാക്കു വാക്കാക്കി മാറ്റുന്നതക്ഷരങ്ങൾ. വാക്കുവരമാക്കി മാറ്റുന്നതക്ഷരങ്ങൾ. വാക്കിന്റെ വദനവും വാക്കിന്റെ ഹൃദയവും വാക്കിന്റെ പെരുമയും അക്ഷരങ്ങൾ. അക്ഷരം വാക്ക് അക്ഷരം അഗ്നി. അറിവിനും അഗ്നിക്കുമപ്പുറം ആകാശത്തലപ്പത്തൊരായിരം കുംഭങ്ങൾ പൊട്ടിച്ചു മേലേക്കുയരുന്നൊരാശ്ചര്യം അക്ഷരം. നന്ദി, നമസ്കാരം.